ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പല ആളുകളും ആവശ്യപ്പെട്ടത് പ്രകാരം 6 വുമൻസ് റൈറ്റിങ്ങിൻ്റെ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 2015 മുതൽ ലാസ്റ്റ് നടന്ന 2020 വരെയുള്ള മുഴുവൻ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറും ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. കേവലം ക്വസ്റ്റ്യൻ്റെ ഇമേജ് കാണിച്ചു പോകുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി പ്രശ്നവും വായിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടും ഉള്ളതുകൊണ്ട് അതിൻ്റെ ടെക്സ്റ്റ് ഫയൽ വായിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റിയാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. കൂടാതെ ക്വസ്റ്റ്യൻ വായിച്ചു പോകുന്നതോടൊപ്പം അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് എന്നുകൂടെ നമ്മൾ പറയുന്നുണ്ട്. കാരണം പലപ്പോഴും ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് എന്നൊരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ, എന്നൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും ആൻസർ കണ്ടെത്താനും സാധിക്കും. അപ്പോൾ അങ്ങനെ ചില കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് എന്നുകൂടെ പറയുന്നത് കൂടുതൽ ഉപകാരപ്രദമാകും എന്ന് മനസ്സിലാക്കുന്നു. ദെൻ ആൻസർ കൂടെ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടും. പിന്നെ പല ആളുകൾക്കും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നു, ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ഏതാണ് എന്ന് അറിയേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ആൻസറൊക്കെ ചാപ്റ്റർ പഠിച്ചു പോകുമ്പോൾ തന്നെ ധാരണ ഉണ്ടാവും. തന്നെ ഇവിടെ 1 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ടെക്സ്റ്റ് ഫയൽ നൽകുന്നില്ല. എന്നിരുന്നാലും എല്ലാ വർഷങ്ങളിൽ വന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എന്തായാലും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട, ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത ഭാഗമാണ് 1 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. നമുക്ക് നെഗറ്റീവ് മാർക്സ് ഇല്ല. അപ്പോൾ അവസാനമായാൽ പോലും ഒന്ന് എഴുതി വെച്ചാൽ ഏതെങ്കിലുമൊക്കെ ശരികളുള്ളത് ഒരിക്കലും മിസ്സാകാതെ ഒരു മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. മറ്റു ഷോർട്ട് ആൻസറുകളൊക്കെ എഴുതുന്ന സമയത്ത് അത് പെർഫെക്റ്റ് അല്ലെങ്കിൽ മാർക്കുകളൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഒരു മാർക്ക് നിർബന്ധമായി നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും വിട്ടുകളയരുത്. പല വിദ്യാർത്ഥികളും അവസാന സമയത്ത് എഴുതാം എന്നുള്ള ധാരണയിൽ മാറ്റിവെക്കുകയും പിന്നീട് അത് എഴുതാതെ വിട്ടുപോകുന്നൊരു സന്ദർഭം ഉണ്ടാവാറുണ്ട്. എന്തായിരുന്നാലും നമ്മളത് എഴുതി കഴിഞ്ഞാൽ, കറക്റ്റായി കഴിഞ്ഞാൽ 1 മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ദെൻ ഇതിലെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ കൺഫ്യൂഷനിൽ മാത്രം നമുക്കൊന്ന് വായിച്ചു, അതായത് ചാപ്റ്ററിലാണെന്നൊക്കെ പറഞ്ഞു പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ചെടുക്കുക. 2015 ഷോർട്ട് ആൻസർ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 13. വാട്ട് ഹിസ്റ്ററി സീസ് അബൌട്ട് ദ പൊസിഷൻ ഓഫ് വുമൺ. പൊസിഷൻ ഓഫ് വുമണൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് വെർജീനിയ വൂഫിൻ്റെ ഷേക്സ്പിയർസ് സിസ്റ്റേഴ്സ് എന്ന ചാപ്റ്ററിലാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14. വൈ ഡിഡ് ശ്രീനർ നെയിം 2 മെയിൻ ക്യാരക്ടേഴ്സ് ആസ് വാൾഡോ ആൻഡ് എം. ഒലിവർ ശ്രീനറിനെ കുറിച്ചും അവരുടെ നോവലിനെ കുറിച്ചും അതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് ദ ഫെമിനിസ്റ്റ് നോവലിസ്റ്റ് സെക്ഷൻ 1 എലൻ ഷോവാൾട്ടറിൻ്റെ ദ ഫെമിനിസ്റ്റ് നോവലിസ്റ്റ് എന്ന എസ്സേയിലാണ്. അപ്പോൾ അതിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു വുമൺ റൈറ്ററാണ് ശ്രീനർ. അവരുടെ നോവലിലെ 2 ക്യാരക്ടേഴ്സാണ് വാൾഡോ ആൻഡ് എം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15. കമലാദാസിൻ്റെ ആൻ ഇൻട്രഡക്ഷൻ എന്ന പോയമിൽ നിന്ന് വന്നതാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 16. കൊറോബോറേക്കർ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 2 നൊനുക്കൽ ഒഡിജുറോയിൻ്റെ വി ആർ ഗോയിങ് എന്ന പോയത്തിലാണ്. ഇറ്റ് ഈസ് ആൻ അബോറിജിനൽ ഫെസ്റ്റിവൽ ഓഫ് സിംഗിങ് ആൻഡ് ഡാൻസിങ്. Number 17. Comment on the phrase the massive weight of uncle's wedding band. Aunt Jennifer's Tiger എന്ന പോയത്തിൽ നിന്നാണ്. Then question number 18. What was the nanny's prayers regarding Ma's next child? Yes, ഈ ഒരു ക്വസ്റ്റ്യൻ സെക്ഷൻ 3 ഗേൾ എന്ന ഷോർട്ട് ഫിക്ഷനിൽ നിന്നാണ്. Then question number 19. What were thoughts Laura had when she saw Scott's body? യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ കാതറിൻ മാസ്ഫീൽഡിൻ്റെ ദ ഗാർഡൻ പാർട്ടി എന്ന ഷോർട്ട് ഫിക്ഷനിൽ നിന്നാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 20. വൈ ഡസ് ചണ്ഡിദാസി വാണ്ട് ടു ഗിവ് അപ്പ് ഹെർ ജോബ്. സെക്ഷൻ 4 മഹേശ്വത ദേവിയുടെ ബേൺ എന്ന ഡ്രാമയിൽ നിന്നാണ്. ചണ്ഡിദാസി എന്നാൽ ഹീറോയിൻ അവരുടെ ജോലി ഉപേക്ഷിക്കാനുള്ള കാരണം. ക്വസ്റ്റ്യൻ നമ്പർ 21. വൈ ഷുഡ് ദ ബേൺ കീപ്പ് ഔട്ട് ഓഫ് മാലിൻഡസ് പാത്ത്. ബേൺ എന്ന ഡ്രാമയിൽ നിന്നാണ്. ദെൻ പെയർ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 22. കണ്ടീഷൻ ഓഫ് വുമൺ ഇൻ 16th century. 16th centuryയിലെ സ്ത്രീകളുടെ കണ്ടീഷനൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഷേക്സ്പിയർസ് സിസ്റ്റേഴ്സ്, വെർജീനിയ വൂഫിൻ്റെ ഷേക്സ്പിയർസ് സിസ്റ്റേഴ്സ് എന്ന എസ്സേയിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 23. ക്യാമ്പയിൻ ഫോർ അബോളിഷൻ ഓഫ് കൊണ്ടാജിയസ് ഡിസീസസ് ആക്ട്. യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഫെമിനിസ്റ്റ് നോവലിസ്റ്റ് എലൻ ഷോവാൾട്ടറിൻ്റെ ദ ഫെമിനിസ്റ്റ് നോവലിസ്റ്റ് എന്ന എസ്സേയിൽ നിന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നൊരു ഭാഗമാണ് കണ്ടാജിയസ് ഡിസീസസ് ആക്റ്റുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24. തീം ഓഫ് ദി പോം ആൻഡ് ഇൻട്രൊഡക്ഷൻ. Question number 25. Feminist
concerns in the poem Adrienne Rich's poem. Yes, Adrienne Rich's poem Aunt Jennifer's Tiger എന്ന poem. The next question, the narrator of Girls. Then question number 27, how is Laura different from others of the family? നോറ എന്ന ക്യാരക്ടർ വരുന്നത് ദ ഗാർഡൻ പാർട്ടി എന്ന ഷോർട്ട് ഫിക്ഷനിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 28, ചേഞ്ച് ഇൻ ദ ഗേൾ ഇൻ എമിലി ഡിക്കൻസ് പോയം. എമിലി ഡിക്കൻസിൻ്റെ പോം ഷീ റോസ് ടു ഹിസ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ അതിൽ സ്ത്രീകളുടെ ഒരു ഗേളിൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ചേഞ്ചസിനെ കുറിച്ച് പറയാനാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മളിപ്പോൾ എഴുതുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന പാറ്റേൺ ആണ്. അപ്പോൾ അന്ന് അതിൻ്റെ സ്ട്രക്ചറുകളൊക്കെ ചില മാറ്റങ്ങളുണ്ട്. വെയിറ്റേജൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ അതിലൊക്കെ എസ് എ സെക്ഷനിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് 4 ഉണ്ട്. അതിൽ നിന്ന് 2 ആണ് എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 29, വെർജീനിയ വൂൾഫ്സ് ഒബ്സർവേഷൻ ഓൺ ദി കണ്ടീഷൻ ഓഫ് വുമൺ ഇൻ ഷേക്സ്പിയർസ് ടൈം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 30, ഗിവ് എ ഷോർട്ട് അക്കൗണ്ട് ഓഫ് ഫെമിനിസ്റ്റ് നോവലിസ്റ്റ് മെൻഷൻഡ് ഇൻ ദ എലിൻ ഷോവാൾട്ടേഴ്സ് റൈറ്റപ്പ്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻഡ് അപ്രീസിയേഷൻ ഓഫ് മിത്ര മൈ ഫ്രണ്ട്. ഫിലിം റിവ്യൂവിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി 2016 ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് 2016 ക്വസ്റ്റ്യൻ പേപ്പർ. ഇമേജ് ചിലപ്പോൾ ക്ലാരിറ്റി കുറവുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ടെക്സ്റ്റ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തത്. എന്തായാലും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഷോർട്ട് ആൻസേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 13, വാട്ട് ആൻ അൺമെൻഷൻഡ് സെൽഫ്ലെസ് ആക്ട് ഓഫ് വുമൺ കമ്പയർഡ് ടു. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14, വാട്ട് ഡു ഓൺ ജെന്നിഫേഴ്സ് ടൈഗർ ഡു. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15, വാട്ട് ഈസ് ദ പ്ലേസ് ഓഫ് ചാസ്റ്റിറ്റി ഇൻ വുമൺസ് ലൈഫ്. വുമൺ ചാസ്റ്റിറ്റി ഒക്കെ പറയുന്നത് വെർജീനിയ വൂഫിൻ്റെ ഷേക്സ്പിയർ സിസ്റ്റേഴ്സ് എന്ന എസ്സേയിൽ നിന്നാണ്. ടെക്സ്റ്റിൻ്റെ ബാക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16, what does Kamala Das mean when she says, I know not the names of those in power. Then question number 17, how are the white men represented in the poem We Are Going. Then why is girl going to Nanny's house. Yes, മൃണൽ പാണ്ഡെയുടെ ഗേൾ എന്ന ഷോർട്ട് ഫിക്ഷനിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ദെൻ ഹൗ ഡിഡ് ചണ്ഡിദാസി ബിക്കം എ ബേൺ. യെസ്, മഹേശ്വത ദേവിയുടെ ബേൺ എന്ന ഡ്രാമയിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. narrate the story of അഹു ഹവ ഹൂറ തുടങ്ങിയ ക്യാരക്ടേഴ്സൊക്കെ വരുന്നത് ദ ഡേ ഐ ബിക്കം എ വുമൺ എന്ന ഫിലിം റിവ്യൂവിൽ നിന്നാണ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിൻ്റെ പേരൊക്കെ പ്രത്യേകം ഓർത്തു വെക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ലോറ വാണ്ട് ടു ക്യാൻസൽ ദ ഗാർഡൻ പാർട്ടി. യെസ്, നേരത്തെ പറഞ്ഞതുപോലെ നോറ എന്ന ക്യാരക്ടർ ദ ഗാർഡൻ പാർട്ടി എന്ന ഷോർട്ട് ഫിക്ഷനിൽ നിന്നാണ്, കാതറിൻ മാസ്ഫീൽഡിൻ്റെ. നെക്സ്റ്റ് പെയർ ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 22, വാട്ട് ഡസ് വെർജീനിയ വൂഫ് കൺക്ലൂഡ് അബൌട്ട് ദ വുമൻസ് ലൈഫ് ഇൻ 16th century. Then question number 23, what will happen when Aunt Jennifer is dead. Number 24, sketch the character of Annette in Wild Sargasso Sea. ടെക്സ്റ്റിലില്ലാത്ത ഒരു നോവലാണ് വൈൽഡ് സർഗാസോ സീ. നോൺ ഡീറ്റെയിൽഡ് നോവലാണ്. അപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് അനറ്റ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 25, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബോറ റിംഗ്. യെസ്, ബോറ റിങ്ങിനെ കുറിച്ച് പറയുന്നത് നോനുക്കൽ ഒഡിജിറോയിൻ്റെ വി ആർ ഗോയിങ് എന്ന പോയത്തിൽ നിന്നാണ്. ബോറ റിംഗ് എന്ന് പറയുമ്പോൾ
എ സാക്രഡ് ഗ്രൗണ്ട് വേർ ദ അബോറിജിനൽസ് വുഡ് ഡാൻസ്, സിംഗ് ആൻഡ് ഹോൾഡ് സെറിമണീസ്. 26. ഫ്ലോറൻസ് ഡാക്സിസ് ഗ്ലോറിയന. ഫ്ലോറൻസ് ഡിക്സിയനെ കുറിച്ചൊക്കെ പറയുന്നത് എലൻ ഷോവാൾട്ടറിൻ്റെ ദ ഫെമിനിസ്റ്റ് നോവലിസ്റ്റ് എന്ന എസ്സേയിലാണ്. അപ്പോൾ അവരുടെ എസ്സേയിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വുമൺ റൈറ്റർ ആൻഡ് ഫെമിനിസ്റ്റ് ആണ് ലേഡി ഫ്ലോറൻസ് ഡിക്സി. അപ്പോൾ അവരൊരു ബ്രിട്ടീഷ് ട്രാവലർ ആൻഡ് റൈറ്റർ ആൻഡ് ഫെമിനിസ്റ്റ് ഒക്കെ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27. ദ ഹെവൻലി ട്വിൻസ്. അതിനെക്കുറിച്ചൊരു പാരാഗ്രാഫ് എഴുതാനാണ്. ഹെവൻലി ട്വിൻസിനെ കുറിച്ച് പറയുന്നത് എലൻ ഷോവാൾട്ടറിൻ്റെ ദ ഫെമിനിസ്റ്റ് നോവലിസ്റ്റ് എന്ന എസ്സേയിൽ തന്നെയാണ്. ഈ ഒരു എസ്സേയിൽ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വുമൺ റൈറ്ററാണ് സാര ഗ്രാൻഡ്. സാര ഗ്രാൻഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് ദ ഹെവൻലി ട്വിൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 28. ദ ക്യാരക്ടർ ഓഫ് മാലിൻഡർ. ദ ബയൺ എന്ന ഡ്രാമയിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത്. നെക്സ്റ്റ് എസ്സേ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 29. Attempt a critical analysis of the story The Garden Party. Then question number 30. The story Girls is raise the issue regarding gender injustice not only towards the girl child but also towards grown-up women. Discuss. Then next question. Bain is a commentary on such socio-economic structures where the woman is victims. Elucidate. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 2017 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. Question number 11. What shocking details did Virginia Woolf find in Trevelyan's book about condition of a wife? Then what is feminist individualism? ഫെമിനിസ്റ്റ് ഇൻഡിവിജ്വലിസം ഡിസ്കസ് ചെയ്യുന്നത് എലൻ ഷോവാൾട്ടറിൻ്റെ ദ ഫെമിനിസ്റ്റ് നോവലിസ്റ്റ് എന്ന എസ്സിൽ നിന്നാണ്. ദെൻ വാട്ട് ഹിസ്റ്ററി സേസ് അബൌട്ട് ദ പൊസിഷൻ ഓഫ് വുമൺ. ഇതേ ക്വസ്റ്റ്യൻ 2015 വന്നിട്ടുണ്ടായിരുന്നു. പൊസിഷൻ ഓഫ് വുമൺ ഷേക്സ്പിയർ സിസ്റ്റർ എന്ന ഫസ്റ്റ് എസ്സേയിലാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14. വാട്ട് ഡിഡ് ദ മാൻ ഡു വെൻ ദ വുമൺ ഇൻ ആൻ ഇൻട്രൊഡക്ഷൻ ആസ്ക്ഡ് ഫോർ ലവ്? ഹൗ ഡിഡ് ദ സ്പീക്കർ ഇൻ കമലദാസ് പോം നോ ഷീ ഹാഡ് ഗ്രോൺ അപ്പ്? ഇതും അതേ ഇൻട്രൊഡക്ഷൻ എന്ന പോയത്തിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ടൈറ്റിൽ വി ആർ ഗോയിങ്? 17. വാട്ട് ഡസ് ദ മാസീവ് വെഡ്ഡിംഗ് ബാൻഡ് സജസ്റ്റ്? വെഡ്ഡിംഗ് ബാൻഡിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഓൺ ജെന്നിഫേഴ്സ് ടൈഗർ എന്ന പോയത്തിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18. വാട്ട് ഡിഡ് ദ ഗേൾ മിർനൽ പാണ്ഡേസ് സ്റ്റോറി ടെൽസ് ദ ചിൽഡ്രൻ ഇൻ ദ ആഫ്റ്റർനൂൺസ് ടു ഫ്രൈറ്റൻ ദം? യെസ്, ദ ഗേൾ എന്ന ഷോർട്ട് ഫിക്ഷനിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. യെസ്, അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 19. വാട്ട് വാസ് ദ മാ ഇൻ പാണ്ഡേസ് സ്റ്റോറി ഫോഴ്സ്ഡ് ടു ഗോ ത്രൂ റിപ്പീറ്റഡ് പ്രഗ്നൻസീസ്? Question number 20. What are the things Bain asked for from Malinter? Question number 21. Why the people envious of Malinter and his family? അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. Question number 22. What caused the conflict between Lakshmi and Divya? Yes, ലക്ഷ്മി ആൻഡ് ദിവ്യ തുടങ്ങിയ ക്യാരക്ടേഴ്സ് വരുന്നത് മിത്ത് മൈ ഫ്രണ്ട് എന്ന ഫിലിം റിവ്യൂവിൽ നിന്നാണ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിൻ്റെ പേരൊക്കെ പ്രത്യേകം ഓർത്തു വെക്കുക. നെക്സ്റ്റ് പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 23. വെർജിനിയ വൂൾഫ്സ് പർപ്പസ് ഇൻ ക്രിയേറ്റിംഗ് ജുഡിത്ത് ഷേക്സ്പിയർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 24. patriarchal compulsion in the poem and introduction. Then question number 25. The threatened condition of the tribal culture. ട്രൈബൽ കൾച്ചറിനെ കുറിച്ചൊക്കെ പറയുന്നത് നുനുക്കൽ ഒഡിജുറോയിൻ്റെ വി ആർ ഗോയിങ് എന്ന പോയത്തിലാണ്. ദെൻ ദ ടൈറ്റിൽ ആൻഡ് തീം ഓഫ് എമിലി ഡിക്കൻസ് പോയം. എമിലി ഡിക്കൻസിൻ്റെ ഷീ റോസ് ടു ഹിസ് റിക്വയർമെൻറ്റ്. അതിൻ്റെ ടൈറ്റിലിനെ കുറിച്ചും അതിൻ്റെ തീമിനെ കുറിച്ചൊക്കെ പറയാനാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ ഓദർ ഏത് പോയാണെന്ന് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലായാലേ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ദെൻ ദ മദർ ഇൻ ദ ഗാർഡൻ പാർട്ടി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 28, ജെൻഡർ ബയസ് ആസ് എ തീം, ദ ഡേ ഐ ബിക്കം എ വുമൺ. ദെൻ എസ് എ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ വെർജീനിയ വൂബ്സ് ആർട്ടിക്കിൾ എക്സ്പോസ് ദ പാട്രിയാർക്കൽ ഡിസേബിളിംഗ് പുൾ ഓൺ വുമൺ, ഡിസ്കസ്. Then question number 30. The garden party is a story that enhances the reader's concern for the suffering of people. Argue. Then question number 31. Bayern opens up a world of darkness and exploitation into which a subaltern trapped. Examine. 32. Discuss the choice of themes and their rendering in the poems prescribed. നമ്മൾ വുമൻസ് റൈറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്ന 4 പോയംസ്, സെക്ഷൻ 2ൽ 4 പോയംസ്, അതിന് തീംസിനെ കുറിച്ചൊക്കെ പറയാനാണ് ക്വസ്റ്റ്യൻ. ദെൻ 2018 ക്വസ്റ്റ്യൻ, ഇതിലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ വായിച്ചെടുക്കുക. ഇതിലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 11, വാട്ട് ഈസ് ദ പ്ലേസ് ഓഫ് ചാസ്റ്റിറ്റി ഇൻ എ വുമൻസ് ലൈഫ്, മുമ്പ് വന്ന ക്വസ്റ്റ്യൻ ആണ്. 12, വാട്ട് ഡിഡ് ദ മെയിൽ കണ്ടംപററീസ് ലൈക്ക് ഹാർഡി ആൻഡ് ഗിസ്സിംഗ് തിങ്ക്. യെസ്, ദിസ് ക്വസ്റ്റ്യൻ എലൻ ഷവാൾട്ടറിൻ്റെ ദ ഫെമിനിസ്റ്റ് നോവലിസ്റ്റ് എന്ന എസ്സേയിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ അതിൻ്റെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഹാർഡി ആൻഡ് ഗിസ്സിംഗ് ആ ഒരു കാലത്തെ മെയിൽ റൈറ്ററാണ്. Then question number 13, what was the Sreener's pseudonym? ശ്രീനർ എലൻ ഷവാൾട്ടറിൻ്റെ ദ ഫെമിനിസ്റ്റ് നോവലിസ്റ്റ് എന്ന എസ്സേയിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വുമൺ റൈറ്ററാണ്. അപ്പോൾ അവരുടെ തുലിക നാമത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14, വാട്ട് ഈസ് ഫെമിനിസ്റ്റ് ഇൻഡിവിജ്വലിസം. ഫെമിനിസ്റ്റ് ഇൻഡിവിജ്വലിസവും എലൻ ഷവാൾട്ടറിൻ്റെ ദ ഫെമിനിസ്റ്റ് നോവലിസ്റ്റ് എന്ന എസ്സേയിൽ നിന്നാണ്. അപ്പോൾ തുടരെ 3 ക്വസ്റ്റ്യനാണ് ഈ ഒരു ചാപ്റ്ററിൽ വന്നിരിക്കുന്നത്. Then question number 15, comment on the Kamala Das phrase, the sword in its sheath. Then question number 16, name the aboriginal festival of singing and dancing mentioned in We Are Going. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് തൊട്ട് മുമ്പ് ചോദിച്ചത്. ഇങ്ങനെയുള്ള അബോറിജിനൽ ഫെസ്റ്റിവലിന് പറയുന്ന പേര് കൊറബോറെ. നോനുക്കൽ ഒഡിജുറോയിൻ്റെ വി ആർ ഗോയിങ് എന്ന പോയാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 17, വൈ ആർ ദ ട്രൈബ്സ്മാൻ സൈലൻറ്റ് ആൻഡ് സബ്ഡ്യൂഡ്. യെസ്, ഇതും നോനുക്കൽ ഒഡിജുറോയിൻ്റെ വി ആർ ഗോയിങ് എന്ന പോയത്തിൽ നിന്നാണ്. യെസ്, ഈ ഒരു സെയിം ചാപ്റ്ററിൽ തന്നെ 2 ക്വസ്റ്റ്യൻ തുടരെ വന്നു. ക്വസ്റ്റ്യൻ നമ്പർ 18, വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോം ഓൺ ജെനിഫേഴ്സ് ടൈഗർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19, വൈ ഈസ് ദ നരേറ്റർ ഓഫ് ഗേൾസ് ലീവിങ് ഫോർ ഹെർ നാനീസ് ഹൗസ്. മൃണൽ പാണ്ഡെയുടെ ഗേൾ എന്ന ഷോർട്ട് ഫിക്ഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 20, വൈ ഡിഡ് ലോറ റിക്വസ്റ്റ് ഫോർ സ്റ്റോപ്പിംഗ് ദ പാർട്ടി, ദ ഗാർഡൻ പാർട്ടി എന്ന ഷോർട്ട് ഫിക്ഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 21, വൈ ഷുഡ് ദ ബേഗൻ കീപ്പ് ഔട്ട് ഓഫ് മാലിൻഡേഴ്സ് പാത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 22, വാട്ട് വാസ് ദ റെസ്ട്രിക്ഷൻ ഓൺ ഹൗവ. നേരത്തെ പറഞ്ഞതുപോലെ ഹൗവ, അഹു തുടങ്ങിയ ക്യാരക്ടേഴ്സൊക്കെ വരുന്നത് ദ ഡേ ഐ ബിക്കം എ വുമൺ എന്ന ഫിലിം റിവ്യൂവിൽ നിന്നാണ്. പാരാഗ്രാഫ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് വുമൺ റൈറ്റിംഗ്. അപ്പോൾ ജനറൽ ക്വസ്റ്റ്യനായി തോന്നുമെങ്കിലും നമ്മുടെ ഫസ്റ്റ് എസ്സേയിലെയും പോയത്തിലെയും മറ്റൊക്കെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചാണ് ഇതിൻ്റെ ഒരു ആൻസർ നമുക്ക് ചെയ്യേണ്ടത്. then question number 24, the speaker in an introduction. then question number 25, comment on the title Nonukal Odijuro's poem. question number 26, features of Emily Dickin's poem. then question number 27, the mother in the garden party. question number 28, feminist focus of the film The Day I Become a Woman. then essay ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ question number 29,
Virginia Woolf's essay bring up the unfreedom of women of Shakespeare's times. Elaborate. Then question number 30. Discuss how the story The Garden Party reveals the discrimination on the basis of class. Then question number 31. How does Bayne present the subaltern woman condition? Then question number 32. Write an essay on the significance of Wide Sargasso Sea. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ടെക്സ്റ്റിലില്ലാത്ത ഒരു നോൺ ഡീറ്റെയിൽഡ് ആയ നോവലാണ് വൈൽഡ് സർഗാസോ സീ. 2019. Then question number 11. What was the setting of Virginia Woolf's book A Room of One's Own? Yes, Ellen ഷൊവാൾട്ടൻ്റെ ഒരു ബുക്കാണ് എ റൂംസ് ഓഫ് വൺസ് ഓൺ എന്നത്. വുമൺ ആൻഡ് ഫിക്ഷൻ എന്ന ടോപ്പിക്കിൽ വിർജിനിയ വൂഫിനെ ചില യൂണിവേഴ്സിറ്റികളിലും കോളേജിലൊക്കെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയും അവർ അന്ന് നടത്തിയിരുന്ന ചില സംസാരങ്ങളാണ് പിന്നീട് എ റൂംസ് ഓഫ് വൺസ് ഓൺ എന്ന പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതിലൊരു പാർട്ടാണ് ഷേക്സ്പിയർസ് സിസ്റ്റർ എന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12. വൈ വുമൺ ഒബ്ജക്റ്റ് ടു കണ്ടാജിയസ് ഡിസീസസ് ആക്ട്? മുമ്പ് വന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. വാട്ട് ഡസ് കമലാദാസ് മീൻ വെൻ ഷീ സേസ് ദാറ്റ് ദ മീഡിയം ഈസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്? ക്വസ്റ്റ്യൻ നമ്പർ 14. വൈ ദ ട്രൈബ്സ്മാൻ വേർ സൈലൻറ്റ് ആൻഡ് സബ്ഡ്യൂഡ്? യെസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നുനൂക്കൽ ഒഡ്ജിരോൻ്റെ വി ആർ ഗോയിങ് എന്ന പോയത്തിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. How is Aunt Jennifer affected by the weight of matrimony? Question number 16. Why is the narrator leaving for the nanny's house? മുമ്പ് വന്ന ക്വസ്റ്റ്യൻ ആണ്. Then question number 17. Why is Laura said to be a difficult character? Question number 17. Why is the Laura said to be a difficult character? Question number 18. Why were the people envious of Malinder and his family? മുമ്പ് വന്ന ക്വസ്റ്റ്യൻ ആണ്. Then question number 19. What is the film The Day I Become a Woman about? Then question number 20. Who is Lakshmi's chat friend Mitra? Then question number 21. When did the band begin to feel pain while burying children? Then question number 22. Why does Annette is embarrassed that Antoinette is so unpresentable? നോൺ ഡീറ്റെയിൽഡ് നോവലായ വൈൽഡ് സർഗാസോ സീ എന്ന നോവലിൽ നിന്നാണ്. ദെൻ പാരാ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 23. എക്സ്പ്ലെയിൻസ് ദാസ് എൻകൗണ്ടർ വിത്ത് എ മാൻ. ദ പോം and introduction. Question number 24. Why did the narrator refuse to be worshipped on Ashtami Day? Yes, it is from short fiction Girls. Then question number 25. Why did Laura feel upset in the dead man's house? Then question number 26. How does Ahu try to free himself from the clutches of male dominated society? From the day I become a woman. Question number 27. Illustrate the cultural differences portrayed in the film Mitra, My Friend. Question number 28. Narrate the circumstances that led Chandidasi to bury children. Then essay questionലേക്ക് പോകുമ്പോൾ illustrate how Ellen Showalter traces the tradition of women's literature in her essay. Question number 30. Attempt the feminist reading of the poem She Rose to His Requirement. Then question number 31. Write a critical appreciation of poem on Jennifer's Tiger. Then question number 32. Discuss the major theme of The Garden Party. Okay, now the last question paper
2020. Question number 11. Where the Shakespeare's sister's body is buried. Question number 12. What is feminine and feminist individualism? Feminist individualism ഒക്കെ നേരത്തെ വന്ന ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യുക. Then question number 13. Why does Kamala Das attribute the term every man to her husband? Question number 14. What is a Bora ring? മുമ്പ് വന്ന ക്വസ്റ്റ്യൻ ആണ്. നൂനുക്കൽ ഒഡിജുറോയിൻ്റെ വി ആർ ഗോയിങ് എന്ന പോയത്തിലാണ് ബോറ റിങ്ങിനെ കുറിച്ച് പറയുന്നത്. Then question number 15. What happened to the tigers after Aunt Jennifer's death? Question number 16. You are born a girl and you will have to bend for the rest of your life. What is occasion? Yes, this is the comment from short fiction Girls. Question number 17. What is death according to Laura? Question number 18. What is the reason for Malinder telling his son that he has no mother? Then question number 19. What does the chador symbolize? ചാഡർ എന്ന് പറഞ്ഞാൽ സാധാരണ മുസ്ലിം സ്ത്രീകളൊക്കെ ധരിക്കുന്ന തല മുതൽ കാൽപാദം വരെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന ലോങ് ക്ലോത്താണ്. സാധാരണ ഇറാനിലെ സ്ത്രീകളൊക്കെയാണ് കൂടുതൽ ഇത് ധരിക്കുന്നത്. അവ ആ ഒരു ചാദറിനെ കുറിച്ച് പറയുന്നത് ദ ഡേ ഐ ബിക്കം എ വുമൺ എന്ന ഫിലിം റിവ്യൂവിലാണ്. Then question number 20. Why did Divya decide to leave the house? Question number 21. Why did the woman in Emily Dickin's poem drop all the playthings of her life? Then question number 22. Why does Annetta is embarrassed that Antonito is so unpresentable? That Antonito is so unpresentable. നേരത്തെ വന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, 2019 ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. വൈൽഡ് സർഗാസുസി എന്ന നോവലിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് പെയർ ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, വൈ ഡിഡ് ഫീമെയിൽ റൈറ്റേഴ്സ് ഓഫ് എലിസബത്തൻ ഏജ് റൈറ്റ് അണ്ടർ മെയിൽ സ്യൂഡിനം? യെസ്, എലിസബത്തൻ ഏജിലെ വുമൺ റൈറ്റേഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എലൻ ഷോവാൾട്ടറിൻ്റെ ദ ഫെമിനിസ്റ്റ് നോവലിസ്റ്റ് എന്ന എസ്സേയിലാണ്. ദെൻ വാട്ട് ഈസ് ദ സ്റ്റോറി ഓഫ് ലിൻഡൽ? യെസ്, ലിൻഡൽ എന്നത് ദ സ്റ്റോറി ഓഫ് എൻ ആഫ്രിക്കൻ ഫാം എന്ന ഒലിവർ ശ്രീനറിൻ്റെ നോവലിലെ ഒരു ക്യാരക്ടറാണ്. ഒലിവർ ശ്രീനർ എലൻ ഷോവാൾട്ടറിൻ്റെ ദ ഫെമിനിസ്റ്റ് നോവലിസ്റ്റ് എന്ന എസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വുമൺ റൈറ്ററാണ്. 25. ഡിസ്കസ് ദ ടൈറ്റിൽ ഓഫ് ദ പോം ഷീ റോസ് ടു ഹിസ് റിക്വയർമെൻറ്റ്. 26. ഹൗ ഡു ദ ടൈഗർ മെയ്ഡ് ബൈ ഓൺ ജെന്നിഫർ ലുക്ക് ലൈക്ക്? 27. വൈ ഡു പീപ്പിൾ ഫിയർ ചാൻഡിഡാസി? യെസ്, ഇറ്റ് ഈസ് ഫ്രം ദി ഡ്രാമ ബേയൺ. ക്വസ്റ്റ്യൻ നമ്പർ 28. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ക്രിസ്റ്റഫിൻ ഡുബോയ്സ്. ക്രിസ്റ്റഫിൻ ഡുബോയ്സ് വൈൽഡ് സർഗാസുസി എന്ന നോവലിലെ ഒരു ക്യാരക്ടറാണ്. ദെൻ എസ് എ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 29. ഡിസ്കസ് ദ മേജർ തീം ഓഫ് ദി ഗാർഡൻ പാർട്ടി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 30. സബ്സ്റ്റാൻഷിയേറ്റ് ദ ടൈറ്റിൽ ഓഫ് ദി ഫിലിം ദ ഡേ ഐ ബിക്കം എ വുമൺ. 31. ഡിസ്കസ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദ സെൽഫ് ഡിസ്കവറി ഓഫ് ലക്ഷ്മി. ലക്ഷ്മി എന്ന ക്യാരക്ടർ മിത്ത് മൈ ഫ്രണ്ട് എന്ന ഫിലിം റിവ്യൂവിലാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 32. കൺസിഡർ റോൾ ഓഫ് പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ഇൻ വൈൽഡ് സർഗാസുസി, എക്സാമിനിങ് തീംസ് ഓഫ് പവർ, ഐഡൻറ്റിറ്റി ആൻഡ് അബാൻഡ്മെൻറ്റ്. യെസ്, വൈൽഡ് സർഗാസുസി എന്ന നോവലിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്.
അവസാനമായി ഒരു MCQ ക്വസ്റ്റ്യൻ കൂടെ നൽകി നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും കഴിഞ്ഞ വർഷങ്ങളിലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതൽ കാണുന്നത് ഉപകാരപ്രദമാകും എന്ന് മനസ്സിലാക്കിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ ചെയ്തത്. ഇതിൽ റിപ്പീറ്റ് ചെയ്ത ഇനിയും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് റെഡ് കളറിൽ നൽകിയിരിക്കുന്നത്. ദെൻ ആൻസേഴ്സ് കൂടെ പറയുമ്പോഴേക്ക് നമ്മുടെ വീഡിയോയിനും ലെങ്ത് കൂടും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണും വരെ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.